സംസ്ഥാന സർക്കാരിന്റെ ശിശുക്ഷേമ സമിതിയിൽ വളരുന്ന കുട്ടികൾക്ക് പോഷകാഹാരക്കുറവും രോഗങ്ങളും. ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് തൈക്കാട് സർക്കാർ ആശുപത്രി സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിലാണ് ഗുരുതരമായ അവസ്ഥ തുറന്നുകാട്ടുന്നത്. DMOക്ക് അയച്ച കത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഡയറ്റീഷ്യനെ നിയോഗിക്കണമെന്ന ആവശ്യത്തിനോടും ആരോഗ്യവകുപ്പ് മുഖം തിരിക്കുകയാണ്. തൈക്കാട് ശിശുക്ഷേമ സമിതിയിലെ അമ്മത്തൊട്ടിൽ അനാഥരാകേണ്ടിയിരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ സനാഥരാക്കി മാറ്റിയ ഇടം, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായ ഭവനം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോരായ്മ പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുന്നത് തൈക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ്. അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയിരിക്കുന്ന കത്ത്, ആ കത്തിലുള്ള പരാമർശങ്ങൾ അതീവ ഗുരുതരമാണ്. ശിശുക്ഷേമ സമിതിയിലെ പല കുഞ്ഞുങ്ങൾക്കും പോഷകാഹാര കുറവുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് അടിക്കടി രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ പോഷകാഹാര കുറവ് മൂലമാണ്. അങ്ങനെ അത്യന്തം ഗൗരവകരമായ കാര്യങ്ങളാണ് ആ കത്തിൽ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 9 കുഞ്ഞുങ്ങളാണ് ന്യൂമോണിയ ഉൾപ്പെടെ പിടിപെട്ട് തൈക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. സിസ്റ്റം ഫെയിലിയറിന്റെ ഒരു ഇരകളായിട്ട് മാറുന്ന കുഞ്ഞുങ്ങളാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ. ശിശു കടത്തായാലും അതിനുശേഷം കുഞ്ഞുങ്ങളെ ആയമാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോക്സോ കേസ് വന്നതായാലും അങ്ങനെയൊക്കെ വളരെ നൊട്ടോറിയസ്ലി പോപ്പുലറായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിങ് എന്ന് പറയുന്നത്. ഈ നമുക്കറിയാം, ഈ ശിശുക്ഷേമ സമിതിയിൽ ജീവിക്കുന്ന, അവരുടെ കീഴിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അത് ഈ സംസ്ഥാനത്തിന്റെ, ഈ സ്റ്റേറ്റിന്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ സ്ഥിരമായി ഒരു ഡയറ്റീഷ്യനെ നിയോഗിക്കണം എന്ന് 19/5/2025 ഒരു കത്തയക്കുന്നത്. യാതൊരു തരത്തിലുള്ള നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്ര മാസങ്ങൾക്ക് ശേഷവും ഉണ്ടായിട്ടില്ല. ഇത് സിസ്റ്റത്തിന്റെ തകരാറ് തന്നെയാണ്. പ്രേംശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.